സോ നമ്മൾ ഇതുവരെ ഇൻകം എന്ന് പറയുമ്പോൾ അതിൽ എന്തെല്ലാമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി. ഇനി അടുത്ത ഒരു ഡെഫിനേഷൻ ആണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ അഗ്രിഗേറ്റ് ഓഫ് ഇൻകം അണ്ടർ ദ 5 ഹെഡ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻകം ടാക്സിൽ 5 ഹെഡ്സ് ഓഫ് ഇൻകം ആണ് വരുന്നത്. ഇൻകം ഫ്രം സാലറീസ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻസ്, ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇങ്ങനെ 5 ഹെഡ്സ് ഓഫ് ഇൻകം ആണ് വരുന്നത്. ഈ 5 ഹെഡ്സ് ഓഫ് ഇൻകവും നമ്മൾ കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ടോട്ടൽ എടുക്കുകയാണ് എങ്കിൽ ആ ടോട്ടൽ എമൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പോൾ ഒരു വ്യക്തിക്ക് ഇൻകം ഫ്രം സാലറി മാത്രമായിരിക്കില്ല ഉണ്ടാകും. ഉദാഹരണത്തിന് ഒരു ഡോക്ടറെ എടുക്കാം. ഈ ഡോക്ടർ ഒരു ഹോസ്പിറ്റലിൽ ഒരു റെഗുലർ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഡോക്ടർക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്നും എന്ത് ലഭിക്കുന്നുണ്ടാവും? സാലറീസ് ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ ആ സാലറി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക ഇൻകം, ഈ പറഞ്ഞ ഹെഡ്സ് ഓഫ് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നതിലായിരിക്കും നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക. ഈ വ്യക്തിക്ക് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ വീടുകൾ ഉണ്ടാവും. അപ്പോൾ ഒരു വീട് ഈ വ്യക്തി താമസിക്കാനും ബാക്കിയുള്ള വീടുകൾ ഇയാൾ റെന്റിന് വിട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ റെന്റിന് വിടുമ്പോൾ റെന്റ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ടായിരിക്കും കമ്പ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും കിട്ടുന്ന സാലറി ഇൻകം ഫ്രം സാലറീസ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. വീടുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന എമൗണ്ട് നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. പിന്നെ ഈ വ്യക്തി വീട്ടിൽ പ്രൈവറ്റ്ലി കൺസൾട്ട് ചെയ്യുന്നുണ്ടാവും. വീട്ടിൽ പ്രൈവറ്റ്ലി കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഈ വ്യക്തിക്ക് ഫീസ് കിട്ടുന്നുണ്ടാവും. ആ ഫീസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക ഇൻകം ഫ്രം പ്രൊഫഷനിലാണ് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ഇതേ വ്യക്തിക്ക് കഴിഞ്ഞ വർഷം സ്ഥലം വിറ്റിട്ട് പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷെയർസ് വിറ്റിട്ട് പൈസ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ജ്വല്ലറി പോലെയുള്ള പ്രഷ്യസ് മെറ്റൽസ് വിറ്റിട്ട് പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി കമ്പ്യൂട്ടഡ് അണ്ടർ ക്യാപിറ്റൽ ഗെയിൻസ്. അതുപോലെ ഈ വ്യക്തിക്ക് ചിലപ്പോൾ ലോട്ടറി വിൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിവിഡൻഡ് റിസീവ് ചെയ്തിട്ടുണ്ടാവും. ഇതെല്ലാം ഇൻകം ഫ്രം അതർ സോഴ്സസിലായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിന്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഈ എല്ലാ ഹെഡ്സ് ഓഫ് ഇൻകത്തിലും വരുന്ന എമൗണ്ടിനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടലിനെയാണ് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻകം അണ്ടർ this head is computed after making deductions permissible under that head. Further, the brought forward losses shall be deducted to arrive at the assessable income. പ്രീവിയസ് ഇയറിൽ എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ട് എങ്കിൽ ആ നഷ്ടത്തിന് ഈ വർഷത്തെ ഇൻകത്തിനെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അങ്ങനെ സെറ്റ് ഓഫ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് കമ്പ്യൂട്ട് ചെയ്യുന്നത്? ഗ്രോസ് ടോട്ടൽ ഇൻകം എത്രയാണ് എന്നുള്ളത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ വർഷം ചിലപ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ നഷ്ടമായിരിക്കും വന്നിട്ടുണ്ടാവുക, ഈ വർഷം നമുക്ക് ലാഭം ലഭിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ആ ലോസിനെ നമുക്ക് ഈ വർഷത്തെ പ്രോഫിറ്റിൽ നിന്നും ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ എന്തായിട്ട് കാണിച്ച് മതിയാവും? ഇൻകം ആയിട്ട് കാണിച്ചിട്ട് അത് ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ മതിയാവും. അപ്പോൾ അങ്ങനെ എല്ലാ ഹെഡ്സ് ഓഫ് ഇൻകത്തിൻ്റെയും ഓരോ ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ നിന്നും കിട്ടുന്ന ഇൻകത്തിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഗ്രോസ് ടോട്ടൽ. പിന്നെ വരുന്ന കോൺസെപ്റ്റ് ആണ് ടോട്ടൽ ഇൻകം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണെന്ന് പറഞ്ഞു. അതായത് ഈ 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന എമൗണ്ടിനെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഒരുപാട് ഡിഡക്ഷൻസ് അലൗബിൾ ആണ്. അതായത് സെക്ഷൻ 80C മുതൽ സെക്ഷൻ 80U വരെയുള്ള ഡിഡക്ഷൻസ് അലൗബിൾ ആണ്. ഈ ഡിഡക്ഷൻസ് എല്ലാം ലെസ് ചെയ്ത് കഴിഞ്ഞാൽ, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഈ എല്ലാ ഡിഡക്ഷൻസും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാ ഡിഡക്ഷൻസും ലെസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ബാക്കിയുള്ള ഇൻകത്തിനെയാണ് നമ്മൾ ടോട്ടൽ ഇൻകം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം ലെസ് ഡിഡക്ഷൻസ് ഫ്രം 80C to 80U is treated as total income of a person. Assessment year. Assessment year means the period of 12 months commencing on the first day of April every year
and ending on 31st March of the next year. അതായത് ഏപ്രിൽ 1 മുതൽ അടുത്ത വർഷം 31 മാർച്ച് വരെയുള്ള ആ ഒരു 12 months പീരീഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസസ്മെന്റ് ഇയർ. അപ്പോൾ നമ്മുടെ ഈ അസസ്മെന്റ് ഇയർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1st April 2020 മുതൽ 31st March 2021 വരെയുള്ളതാണ് ദ കറണ്ട് അസസ്മെന്റ് ഇയർ. അപ്പോൾ നമ്മൾ അസസ്മെന്റ് ഇയറിനെ പറയുമ്പോൾ പറയും അസസ്മെന്റ് ഇയർ ഇസ് 2020-21 എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ അസസ്മെന്റ് ഇയറിലാണ് നമ്മൾ പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്ത ഇൻകത്തിന്റെ ടാക്സ് പേ ചെയ്യുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയറിന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കും. എന്താണെന്ന് നോക്കാം. പ്രീവിയസ് ഇയർ is the year in which income is earned by an assessee. അതായത് ഒരു അസസി ഇൻകം ഏൺ ചെയ്യുന്ന വർഷത്തിനെ വിളിക്കുന്ന പേരാണ് പ്രീവിയസ് ഇയർ. അപ്പൊ നമ്മുടെ ഒരു പ്രീവിയസ് ഇയർ എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിനെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് വിളിക്കുന്നത്. അതായത് ഏപ്രിൽ 1st 2019 മുതൽ 31st March 2020 വരെ. ഒന്നുകൂടെ പറയാം. ഏപ്രിൽ 1st 2019 മുതൽ 31st March 2020 വരെയുള്ള ടൈം പീരീഡിനെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പ്രീവിയസ് ഇയറിലാണ് അസസി ഇൻകം ഏൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ഈസ് ദ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ അസസ്മെന്റ് ഇയർ. അപ്പോൾ നമ്മൾ പറഞ്ഞു കറണ്ട് അസസ്മെന്റ് ഇയർ 2021 ആണെന്ന് പറഞ്ഞു. അതായത് 2020-2021 ആണ് കറണ്ട് അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞു. ഈ കറണ്ട് അസസ്മെന്റ് ഇയറിന്റെ തൊട്ട് മുമ്പത്തെ വർഷത്തിനെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. അപ്പൊ തൊട്ട് മുമ്പത്തെ വർഷം എന്ന് പറയുമ്പോൾ 2019-20 ആണ് നമ്മുടെ പ്രീവിയസ് ഇയർ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1st April 2019 സ്റ്റാർട്ട് ചെയ്യും, എൻഡ് ചെയ്യുന്നത് 31st March 2020 ആ ഒരു പ്രീവിയസ് ഇയർ എൻഡ് ചെയ്യും. അപ്പോൾ ഈ പ്രീവിയസ് ഇയറിലാണ് ഒരു അസസി ഇൻകം ഏൺ ചെയ്യുന്നത്. ഈ പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്യുന്ന ഇൻകത്തിന്റെ മുകളിൽ ടാക്സ് അസസി പേ ചെയ്യുന്നത് അസസ്മെന്റ് ഇയറിലാണ്. അതായത് ഈ 1st April 2019 മുതൽ 31st March 2020 വരെ ഒരു അസസിക്ക് ലഭിക്കുന്ന എല്ലാ ഇൻകത്തിന്റെയും മുകളിൽ അസസി ടാക്സ് പേ ചെയ്യുക ഈ പറഞ്ഞ 2021 എന്ന് പറയുന്ന അസസ്മെന്റ് ഇയറിൽ ആയിരിക്കും. ഇനി ചില സിറ്റുവേഷൻസിൽ ഈ പറയുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു സ്ഥാപനം, പുതിയൊരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 1st September 2019 എങ്കിൽ ആ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ഒരിക്കലും 1st April 2019 സ്റ്റാർട്ട് ചെയ്യില്ല. നേരെ മറിച്ച് 1st September 2019 മാത്രമേ ആ ഒരു പെർട്ടിക്കുലർ ബിസിനസിന്റെ പ്രീവിയസ് ഇയർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. കാരണം ആ ബിസിനസ് ഫങ്ഷണബിൾ ആയിരിക്കുന്നത് അല്ലെങ്കിൽ ആ ബിസിനസ്സിൽ നിന്നും ഇൻകം ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് 1st September 2019 ആണ്. അപ്പോൾ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ബിസിനസ് ഓർ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ the previous year will start from 1st September 2019 and end with 31st March 2020. അപ്പോൾ എല്ലാ സിറ്റുവേഷൻസിലും പ്രീവിയസ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1st April 2019 തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. There are situations like when we are starting a new organization or when we are establishing a new business unit. ആ സിറ്റുവേഷനിൽ ബിസിനസ് യൂണിറ്റ് എപ്പോഴാണോ എക്സിസ്റ്റൻസിൽ വരുന്നത് ആ തീയതി മുതൽ മാത്രമേ നമ്മൾ എന്ത് കമ്പ്യൂട്ട് ചെയ്യുള്ളൂ, പ്രീവിയസ് ഇയർ ഏതാണ് എന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യുള്ളൂ. നമ്മുടെ എക്സാമ്പിളിൽ 1st സെപ്റ്റംബറിലാണ് ബിസിനസ് കമൻസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1st September 2019 മുതൽ 31st March 2020 വരെ ആയിരിക്കും ദാറ്റ് പെർട്ടിക്കുലർ ബിസിനസിന്റെ പ്രീവിയസ് ഇയർ വരിക. അപ്പോൾ പ്രീവിയസ് ഇയറിലാണ് ബിസിനസ് എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും ഇൻകം ഏൺ ചെയ്യുന്നത് പ്രീവിയസ് ഇയറിലാണ്. ആ പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്തിട്ടുള്ള ഇൻകത്തിന്റെ മുകളിലാണ് അസസ്മെന്റ് ഇയറിൽ ടാക്സ് പേ ചെയ്യുന്നത്.